നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അർജൻറ്റീന ഗംഭീര വിജയമാണ് സ്വന്തമാക്കിയത്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ അൾജീരിയയെ പരാജയപ്പെടുത്തുമ്പോൾ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക്കാണ് അവർക്ക് ശക്തി പകർന്നത്. തീർച്ചയായിട്ടും ഈ പ്രകടനം നമ്മൾ നോക്കുമ്പോൾ ഓരോ താരങ്ങളുടെയും റേറ്റിംഗ് നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. കളി ആദ്യ പകുതി അർജൻറ്റീന അത്ര മികച്ചതാണ് എന്ന് കടുത്ത അർജൻറ്റീന ആരാധകർ പോലും പറയില്ല. ലയണൽ മെസ്സി തന്നെ പറഞ്ഞിട്ടില്ല. മെസ്സി തന്നെ പറഞ്ഞത് കളി കഴിഞ്ഞിട്ട് ആദ്യ പകുതി ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാണ്. രണ്ടാം പകുതിയിൽ സ്കലോനിയുടെ സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ കളി മാറ്റിമറിക്കുകയും ചെയ്തു. ആദ്യ പകുതിയിൽ ആകെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് അർജൻറ്റീനയിൽ നിന്ന് വന്നത്. അതേസമയം വേണ്ട വിധത്തിൽ അൾജീരിയ പ്രസ് ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അൾജീരിയക്ക് വേണമെങ്കിൽ ആ ഘട്ടങ്ങളിൽ ചില സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി. കളി പൂർണ്ണമായിട്ടും അർജൻറ്റീന പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ താരങ്ങളുടെയും പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ എമിലിയാനോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡയറക്റ്റ്ലി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. സോ അദ്ദേഹത്തിന് 10ൽ 6 മാർക്കാണ് അർജൻറ്റീൻ മാധ്യമം TOC സ്പോർട്സ് കൊടുക്കുന്നത്. ഗോൺസാലോ മൊണ്ടിയിൽ വലതുപാർശ്വത്തിൽ അദ്ദേഹമാണ് വിങ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സ്ലോലി ആണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. പിന്നെ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തു. ഗെയിം പുരോഗമിക്കും തോറും അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും ഒരു ഹാഫ് ടൈമൊക്കെ കഴിയുന്നത് വരെയാണ് അദ്ദേഹത്തെ കോച്ച് കളിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് 10ൽ 5 മാർക്കാണ് കൊടുക്കുന്നത്. ക്യൂട്ടി റൊമേറോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, ഒരുപാട് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ കളിക്കുന്നു. പിന്നെ ബിൽഡപ്പ് പ്ലേയിൽ അദ്ദേഹത്തെക്കുറിച്ച് ചില സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളൊന്നുമില്ല എന്നുള്ളത് കാണിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. അദ്ദേഹത്തിന് മാച്ച് ഫിറ്റ്നസ് ഇപ്പോഴും ഒരു വിഷയമാണ് എന്നൊരു ഫീലിംഗ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നീട് കളി പുരോഗമിച്ചപ്പോൾ കോച്ച് പിൻവലിക്കുകയും ചെയ്തു. 10ൽ 6 മാർക്കാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ലിസാൻഡ്രോ മാർട്ടിനസ് 7 മാർക്കാണ് അദ്ദേഹത്തിന്. 10ൽ 7 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. തീർച്ചയായിട്ടും ഈ കളിയിലെ അർജൻറ്റീനയുടെ ബെസ്റ്റ് ഡിഫൻഡർ അദ്ദേഹം തന്നെയായിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹം മാർക്കിങ്ങിൽ എപ്പോഴും അലേർട്ടായിരുന്നു. അതുപോലെ തന്നെ എതിരാളികളുടെ ക്രോസുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് ശ്രദ്ധ പതിപ്പിച്ചു. ലിസാൻഡ്രോ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് വേൾഡ് കപ്പിൽ കൃത്യമായിട്ട് കാണിക്കുന്നു. അദ്ദേഹത്തെ എന്തായാലും അർജൻറ്റീനയ്ക്ക് വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കാം. 10ൽ 7 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഫെക്കുണ്ടോ മെദീനയെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹത്തെ കളിപ്പിച്ചത്. ടാഗ്ലിയാഫിക്കോയുടെ പരിക്കിൻ്റെ കാരണം കൊണ്ട് ഒരു സോളിഡ് പെർഫോമൻസ് അദ്ദേഹം നടത്തി എന്ന് തന്നെ പറയണം. ഒരു സംശയമുണ്ടായിരുന്ന ഒരു പൊസിഷനാണത്. അവിടെ ആരെ കളിപ്പിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ എന്തായാലും കോച്ചിനുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സോളിഡ് പെർഫോമൻസ് തന്നെ ഇപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ഘട്ടത്തിലും ആ ഫ്ലാങ്കിൽ അദ്ദേഹത്തെ ട്രബിളാക്കാൻ അൾജീരിയക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ അദ്ദേഹത്തിന് 6 10ൽ 6 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. റോദ്രിഗോ ഡി പോൾ, മെസ്സിയുടെ ആദ്യ ഗോളിന് അദ്ദേഹത്തിൻ്റെ ബോളാണ്. ആ ബോൾ മികച്ചൊരു പാസ്സായിരുന്നു. അത് ആ പാസ് കിട്ടിയിട്ട് മെസ്സി പിന്നെ മുന്നോട്ട് ഓടിക്കയറിയിട്ടാണ് അദ്ദേഹം ആ ഗോൾ അടിക്കുന്നത്. ഏതായാലും വളരെ മികച്ച രൂപത്തിൽ തന്നെ ഡിഫെൻസീവ് മിഡ് എന്നുള്ള റോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ റിഗ്രസ് ആയിട്ടുള്ള രൂപത്തിൽ ആസ് എവർ അദ്ദേഹം മാർക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പാസിങ്ങിൻ്റെ കാര്യത്തിൽ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ആക്യുറേറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ മെസ്സിക്ക് ഒരു വെർട്ടിക്കൽ റൺ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിലെപ്പോഴും അദ്ദേഹം അലേർട്ടായിട്ട് ബോൾ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ ആ രൂപത്തിലാണ് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ യൂഷ്വലായിട്ടുള്ള ഒരു മെൻ്റൽ പ്രസൻസും ഫിസിക്കലായിട്ടുള്ള പ്രസൻസും ഒക്കെ കളിക്കളത്തിൽ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. 10ൽ 7 ആണ് റോഡ്രിഗോ ഡി പോളിൻ്റെ റേറ്റിംഗ്. എൻസോ ഫെർണാണ്ടസ് തീർച്ചയായിട്ടും ഗെയിം മുന്നോട്ട് പോകുന്തോറും അദ്ദേഹം കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് പൊസിഷനിൽ നിന്ന് അദ്ദേഹം അറ്റാക്കിങ്ങിലേക്കൊക്കെ മാറുന്നതും എല്ലാറ്റിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നതും നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് 10ൽ 8 ആണ് കൊടുക്കുന്ന റേറ്റിംഗ്. അലക്സിസ് മാക്കലിസ്റ്റർ സാധാരണഗതിയിൽ അദ്ദേഹം കാണിക്കുന്ന അത്ര ഒരു മികവ് കാണിച്ചു എന്നുള്ള കാര്യം സംശയമുണ്ട്. എൻസോക്കൊപ്പം അദ്ദേഹം അത്രയും ഒരു മികവിൽ കളിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഗെയിം പ്രോഗ്രസ് ചെയ്യുമ്പോൾ അദ്ദേഹം പതിയെ സെറ്റിൽ ഡൗൺ ചെയ്തു. എന്തായാലും ആ ഒരു രണ്ടാമത്തെ ഗോളൊക്കെ വരുന്ന അദ്ദേഹത്തിൻ്റെ ഷോട്ട് റീബൗണ്ടായിട്ട് വരുന്നതാണ്. മെക്കലിസ്റ്ററുടെ റേറ്റിംഗ് 10ൽ 5 ആണ്. തിയാഗോ അൽമെയ്ഡയുടെ കാര്യത്തിൽ അറ്റാക്കിൽ അത്ര ഒരു വലിയ മികവ് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റി എന്ന് പറയാനില്ല.
ഏതായാലും അദ്ദേഹം വലിയൊരു ഡേഞ്ചറും എതിരാളികൾക്ക് ഉണ്ടാക്കിയിട്ടുമില്ല. 10-5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ലൗട്രോ മാർട്ടീനസ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മിക്സഡ് ആയിരുന്നു. അദ്ദേഹം ചില കിടിലൻ ഫ്ലിക്കുകളും മറ്റുമൊക്കെ കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി സ്ലോവർ പേസിലാണ് ചില ഘട്ടങ്ങളിൽ അദ്ദേഹം കളിച്ചത് എന്നുള്ള തോന്നലുമുണ്ടായി. ഡിസിഷൻ മേക്കിങ്ങിൽ അദ്ദേഹം ബിറ്റ് സ്ലഗിഷായി പോയോ. ഏതായാലും അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിൻ്റെ കുറച്ചാകുമ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കോച്ച് തയ്യാറായി. പകരം ഹൂലിയൻ അൽവാരസിനെ കളിക്കളത്തിലേക്ക് വിട്ടു. 10-5 ലൗട്രോ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ലിയോ മെസ്സി എന്താണ് വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദിസ് ഗൈ? ഈ പ്രായത്തിൽ 39 വയസ്സാവാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വേൾഡ് കപ്പിൽ ഒരു ഹാട്രിക് അങ്ങ് നേടിയിട്ട് റെക്കോർഡ് അങ്ങ് ഇട്ടിട്ട് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചിട്ട് ഒന്നും പറയാനില്ലെന്നേ. ആ 2 കിടിലൻ ഗോളുകൾ, 1 റീബൗണ്ട് പിടിച്ചതാണ്. ഏതായാലും ഞാൻ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിയെക്കുറിച്ച് എന്ത് പറഞ്ഞ് വാഴ്ത്താനാണ്? ഒരു വർണ്ണനകളും അതിന് മതിയാവില്ല. 10-10 ലയണൽ മെസ്സി 10-10. യെസ്. ദെൻ നാഹ്വിൽ മൊളീന, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന താരങ്ങളുടെ കാര്യത്തിലേക്ക് പോകാം. നാഹ്വിൽ മൊളീന, അദ്ദേഹത്തിന് ആ സെക്ടറിൽ ചില ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം പരിക്കിൽ നിന്നൊക്കെ മുക്തനായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. കളി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇപ്പം മൊണ്ടിയിൽ എന്ത് ചെയ്തു, അതിനേക്കാൾ എന്ത് ഇമ്പ്രൂവ്മെൻറ്റും മൊളീനയിൽ നിന്നുള്ള ചോദ്യം, അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 10-5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഹൂലിയൻ അൽവാരസ്, മാച്ച് ഫിറ്റ്നസ് അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് എന്നുള്ളത് നോട്ടീസബിൾ ആയിരുന്നു. അതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു മികവ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. പരിക്ക് മാറി വരുന്നേ ഉള്ളൂ, ശരിയാകും വരും മത്സരങ്ങളിൽ നിന്ന് എന്ന് കരുതാം. ഇത് അദ്ദേഹത്തിന് കുറച്ച് ക്വാളിറ്റി മിനിറ്റ്സ് അടുത്ത കളിക്ക് മുന്നോടിയായിട്ട് ലഭിച്ചു എന്ന് മാത്രം കണ്ടാൽ മതി. വരും മത്സരങ്ങളിൽ കൂടുതൽ മികവിലേക്ക് ഹൂലിയൻ അൽവാരസ് പോകും. 10-5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. നിക്കോളാസ് ഗോൺസാലസ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു. ദേശീയ ടീമിൽ പലപ്പോഴും ആളുകൾ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കുമ്പോഴേക്ക് ക്രിറ്റിസിസവും മറ്റുമൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 10-6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. നിക്കോളാസ് ഓട്ടാമെൻഡി വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ കളിച്ചുള്ളൂ, അതുകൊണ്ട് അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുക്കുന്നില്ല. നിക്കോ പാസിൻ്റെ കാര്യത്തിലും അതാണ്. മെസ്സിയെ അവസാനം പിൻവലിച്ചിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നു. പക്ഷേ പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനും നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല. കോച്ച് ലയണൽ സ്കലോനിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആദ്യ പകുതിക്ക് ശേഷം അദ്ദേഹം നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. താരങ്ങളുടെ മിനിറ്റുകളും മറ്റുമൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 10-8. അപ്പോൾ ഇതാണ് അർജൻറ്റീൻ താരങ്ങൾക്ക് കൊടുക്കുന്ന റേറ്റിംഗ്. മോശമല്ലാത്തൊരു പ്രകടനവുമായിട്ട് ആദ്യ മത്സരം അവർ കടന്നുപോയിരിക്കുന്നു. മികച്ച വിജയം അത് മെസ്സി മാജിക്കിലൂടെ പിറന്നതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.